നമുക്ക് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന എക്സ്പോണന്റ് ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ എഫ് ഓഫ് ജെ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്തോ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, എഫ് ഓഫ് ഐ എന്തോ ഇ റേസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ ആണേ. ഓക്കെ, നമ്മുടെ എക്സ്പോണന്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സ്പോണന്റ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ എഫ് ഓഫ് ജെ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ സ്ക്വയർ. ഓക്കെ, അതെടുത്തിട്ട് നമ്മൾ താണ്ട എക്സ് സ്ക്വയറിനെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ എക്സിന്റെ ടേമിനെ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയെടുത്താൽ എഫ് ഓഫ് എക്സ് കൊടുത്താൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, വൈൻ്റെ ടേമിനെ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയെടുത്താൽ ഇ റേസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ. ഇതിനെ രണ്ടിനെയും ചെയ്ത എക്സ്പോണന്റ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ. ബിങ്കോ, ഇതാണ് സാധനം ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ. അതായത് ആറിന്റെ ടേമിൽ എക്സിനെയും വൈനെയും ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ എക്സ്പോണന്റ് ഫംഗ്ഷൻ. മനസ്സിലായോ? ഇതിന്റെ അകത്ത് എക്സും വൈയും ആറും എല്ലാം ഡിപ്പെൻഡന്റ്. അതായത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഈ സാധനത്തിന് ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയറിനെ കണ്ട ആറിന്റെ ടേം ആണെന്ന് മാത്രം തോന്നും. പക്ഷെ നമുക്ക് ഇവിടെ ഒരിക്കലും ഡയറക്ട്ലി ആറ് കിട്ടത്തില്ല. ആറ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സും വൈയും വേണം. അപ്പൊ ഇവര് എക്സിനെയും വൈനെയും ഡിപ്പെൻഡന്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം. മനസ്സിലായി? ഈ ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ നടന്നത്, ഈ റേസ് ടു മൈനസ് ആർ സ്ക്വയറിന് വേണ്ടി. ഇത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് സംശയം തോന്നും, നമ്മൾ എക്സ്പോണന്റ് ഫംഗ്ഷൻ ആണെന്ന് വരെ പറഞ്ഞു, പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ എഫ് ഓഫ് ജെ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ സ്ക്വയർ എടുത്ത്? അത് ട്രയൽ ആൻഡ് എററാ. നമുക്ക് എക്സ്പോണന്റ് ഫംഗ്ഷൻ ആണ് കിട്ടിയത്. ഇനി അതിൻ്റെ അകത്ത് ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ഇത് കിട്ടുമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഒരു കോമൺ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ, ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ അല്ലെ ഇതിനെ രണ്ടിനെ ഇവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ സ്ക്വയറിന്റെ ടൈമിൽ നമുക്ക് ഒരു സാധനം കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ വേണം. അപ്പൊ അത് ഏതായിരിക്കും എന്ന് ട്രയൽ ആൻഡ് എററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. എന്നാൽ ചിലർക്ക് സംശയം തോന്നും, എന്തിനാ ഇ റേസ് ടു മൈനസ് ജെ സ്ക്വയർ എടുത്തത്? ഇ റേസ് ടു ജെ സ്ക്വയർ എടുത്താൽ പോലെ. അവിടാണ് ഒരു വലിയ ചതി ഇരിക്കുന്നത്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഒരു മുട്ടൻ പണിയാ. അതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ എത്തിയ ഫംഗ്ഷനിനകത്തോട്ട് പറയാം. ഇ റേസ് ടു മൈനസ് ഹാഫ് സ്ക്വയർ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളിപ്പോ പറഞ്ഞത് നമുക്കിത് പറ്റത്തില്ലെന്നല്ലേ? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതല്ലേ ബെൽ കർവ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ബെൽ കർവാണ് നമ്മൾ ആക്ച്വലി എത്തിയത്. ഇതാണ് ആഹാ മൊമെന്റ് എന്ന് പറയുക. അതായത് നമ്മൾ രണ്ടും കണക്ട് ചെയ്തു. മനസ്സിലായോ? നമ്മൾ അവിടെ ഡാർട്ടിന്റെ കേസിൽ, ഈ ഡാർട്ടിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ബെൽ കർവിലോട്ട് വന്ന എങ്ങനെയാ? നമ്മൾ ഒരുപാട് ഡാർട്ട് എറിഞ്ഞെറിഞ്ഞ് ഓക്കെ അതിന്റെ ഷേപ്പ് നോക്കി ഒരു ബെൽ കർവ് പോലെ ഇരിക്കുന്നതാന്ന് കണ്ടിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇങ്ങനെ ആയിരിക്കും ഷേപ്പ് ഇരിക്കുന്നതെന്ന്. ഇപ്പതാ പ്രൂവ് ചെയ്ത് നമ്മൾ ഏറ്റവും അവസാനം വന്നത് എന്തിലോട്ട് തന്നെ? ബെൽ കർവിൽ. സോ കണക്റ്റഡ്. നമ്മൾ അവിടെ നമ്മുടെ ഡാർട്ടിന്റെ കേസിൽ പരീക്ഷ വെച്ച സാധനവും ഓക്കെ ഇവിടെ ഇപ്പതാ നമ്മൾ കണ്ടുപിടിച്ച് വന്ന സാധനവും സെയിം ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ട് വന്ന സാധനം ശരിയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഏറ്റവും ആദ്യം ഇവിടെ ബെൽ കർവ് എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഇക്വേഷൻ വെച്ചോണ്ടൊന്നും അല്ല. നമ്മളിതാ ഈ കാണുന്ന ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായോ? അതൊരിക്കലും മറക്കല്ലേ. എന്നിട്ടാണ് നമ്മൾ പിന്നീട് ഫൈനലൈസ് ചെയ്തതാ ഈ കാണുന്ന ഇപ്പോഴത്തെ ഷേപ്പിലോട്ട് എത്തിയത്. ഇങ്ങനെയാണ് ഇവര് കണക്ട് ആവുന്നത്. എനിക്ക് ഈ കണക്ഷൻ നിങ്ങളിൽ എത്തിക്കണമായിരുന്നു. ഇനി എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ജെ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ സ്ക്വയർ എടുത്തു, പക്ഷെ ഇ റേസ് ടു പ്ലസ് ജെ സ്ക്വയർ എടുത്തില്ലെന്നുള്ള കാര്യം അത് ഞാൻ സിംപ്ലി പറഞ്ഞുതരാം. അതായത് ഇ എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് എല്ലാം അറിയാലോ, 2.718 അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. സോ അതൊരു പോസിറ്റീവ് നമ്പറാണ്. അതിനെ റേസ് ടു ഒരു നമ്പറിന്റെ സ്ക്വയർ കൂടെ കൊടുത്താൽ എന്തുമാത്രം വലുതായിരിക്കും ആ നമ്പർ. കാരണം നിങ്ങൾക്ക് അറിയാലോ എക്സ്പോണന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തു പോകും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പം ഒരു നമ്പറിന്റെ ഇയുടെ മേളിൽ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ആ എക്സിന് നമ്മൾ വലിയൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ തന്നെ ആ നമ്പർ അതിഭീകരമായിട്ട് വളരും. അപ്പൊ എക്സിന് വരെ എക്സിന്റെ സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുത്താൽ അത് ഭയങ്കരമായിട്ട് വളരും. അതിന്റെ അർത്ഥം ഈ ബെൽ കർവ് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. ഈ ബെൽ കർവിന്റെ ടിപ്പൊക്കെ അങ്ങ് ആകാശത്ത് നിന്ന് നിൽക്കും. പക്ഷെ അങ്ങനെ നമുക്ക് വളരണ്ട. റിയൽ ലൈഫിൽ നമുക്കറിയാം അത്രയും വളരത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മള് ദ സെയിം തിങ് ട്രയൽ ആൻഡ് എറർ. അത്രയും വളരാത്ത നമുക്ക് വേണ്ടുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തപ്പുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ റേസ് ടു മൈനസ് ജെ സ്ക്വയർ. അത്രേ ഉള്ളു. അതാണ് അതിന്റെ വളരത്തെ മെയിൻ കാര്യം. ഇല്ല, ഇനി ഇതിന്റെ ഇൻസൈഡറിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വേറെ സാധനം ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാം. അതായത്
ഈ ഇക്വേഷൻ ഇല്ലേ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ ഈക്വൽ ടു പൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഇത് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, ഇതേ സാധനം തന്നെ. നമ്മൾ ജിക്ക് വരും 5 എന്നിട്ട് വെച്ചതേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ. കാരണം എക്സിന്റെ റെസ്പെക്റ്റീവായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ എഫ് ഓഫ് ഐ ഒക്കെ കോൺസ്റ്റന്റാ. അപ്പോൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റിനെ വെളിയിട്ടിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഇൻറ്റു 5 ഡാഷ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. നമുക്കറിയാമല്ലോ നോർമൽ ഡിഫറൻസിയേഷൻ ഇക്വേഷൻ. ഇത് ക്വിക്കായിട്ടാണ് പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ്. ഇത് വേറെ രീതി വന്ന വഴി പറഞ്ഞു തരണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്ത്, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫംഗ്ഷനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ ഈക്വൽ ടു 2x 5 ഡാഷ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഡിവൈഡ് ബൈ 5 ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് കിട്ടും. ഇതിനകത്ത് എഫ് ഓഫ് ഐ കട്ട് ചെയ്ത് കളയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 ഡാഷ് ഓഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 5 ഓഫ് ആർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കാണുന്ന ഇതേ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, എക്സിന്റെ സാധനം എല്ലാം കോൺസ്റ്റന്റ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഐ ഈക്വൽ ടു 2y ഇൻറ്റു 5 ഡാഷ് ഓഫ് ആർ സ്ക്വയർ എന്ന് കിട്ടും. നേരത്തെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് എഫ് ഓഫ് എക്സും കട്ട് ആയിപ്പോൾ. അപ്പോൾ എന്ത് എഫ് ഡാഷ് ഓഫ് വൈ ഡിവൈഡ് ബൈ വൈ ഇൻറ്റു എഫ് ഓഫ് ഐ ഈക്വൽ ടു 5 ഡാഷ് ഓഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 5 ഓഫ് ആർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് നേരത്തെ കിട്ടിയ എന്താ, ഈ സാധനം. ഇപ്പൊ കിട്ടിയ എന്താ, ഈ സാധനം. രണ്ടിന്റെ RHS നോക്കിയ സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് സെയിം അല്ലേ? അതായത് എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് വൈ ഡിവൈഡ് ബൈ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് രണ്ട് സെയിം അല്ലേ? കാരണം രണ്ടിന്റെ RHS സെയിമാ. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? ഓക്കെ, ഇച്ചിരി ലോജിക്കലി ചിന്തിക്കണം. ഇതിന്റെ മീനിങ് എന്താ? ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ. അതായത് ഞാൻ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും അത് വൈക്ക് ഒരു പ്രശ്നമല്ല, എപ്പോഴും ഈക്വൽ ആയിരിക്കും. അല്ല, ഞാൻ വൈക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും അത് എക്സിന് ഒരു പ്രശ്നമല്ല, അവന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഞാൻ ഇവിടെ ഈ ആദ്യം എക്സിന്റെ മാത്രം കേസ് എടുക്കും. ലെഫ്റ്റിൽ ഞാൻ ഈ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഈ റൈറ്റ് സൈഡിലെ വാല്യൂവിനോട് അത് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആവണേ ഒരേ ഒരു കണ്ടീഷനെ പറ്റും. എന്താണെന്നറിയോ? ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ഞാൻ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും എനിക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്ന സാധനം മാറാതെ തന്നെ ഇരിക്കണം, അവനൊരു കോൺസ്റ്റന്റ് ആയിരിക്കണം. സപ്പോസ് ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ എടുത്തെന്ന് വെച്ചോ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഞാൻ അതിൽ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും y വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. നിങ്ങൾ ഗ്രാഫിൽ തന്നെ കണ്ടിട്ടില്ലേ? ആ y ഈക്വൽ ടു 1 കൂടെ സ്ട്രെയിറ്റ് ലൈൻ എക്സിന് പാരലായിട്ട് വരച്ച് പൊക്കൊണ്ടിരിക്കും. ഞാൻ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും y വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് തന്നെ ഇവിടെയും പറയുന്നത്. ഞാൻ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ y വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു നമുക്ക് ഒന്നുമില്ല, രണ്ട് സൈഡും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് കെ എക്സ് ഡി എക്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓൾറെഡി നമുക്ക് എന്താണെന്നറിയാം. ln ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതെന്തോ കെ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി. ഇത്രയും കിട്ടിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഇവിടെ ലെഫ്റ്റില് നാച്ചുറൽ ലോഗ് അല്ലേ, അപ്പൊ ഫുൾ എക്സ്പോണന്റ് എടുക്കാം. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു കെ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി എന്ന് കിട്ടി. അതായത് ഇ റേസ് ടു സി ഇൻറ്റു ഇ റേസ് ടു കെ എക്സ് സ്ക്വയർ ബൈ 2. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ തന്നെ. അപ്പൊ എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു കെ ബൈ 2 എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഈ എ എന്താണെന്ന് ചോദിച്ചാൽ ഇ റേസ് ടു സി ആണ്. അതായത് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ. അതിന് വേണമെങ്കിൽ നമുക്ക് സപ്പോസ് 1 എന്ന് പറഞ്ഞു വിട്ടാൽ വിടാം. ഇനി ഇവിടെ കാണുന്ന ഈ കെ കണ്ടോ, കെ ബൈ 2. ഓക്കെ, ഈ കെ ആണ് ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ കാണുന്ന ഇക്വേഷൻ കണ്ടോ, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മുടെ ഈ കണ്ട ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, ഇവിടുത്തെ എ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ കെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. മനസ്സിലായോ? അങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് മാത്തമാറ്റീഷ്യൻസ് അവർക്ക് ഈ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ കിട്ടി. ഇത് നമ്മൾ വരച്ചാൽ ബെൽ കർവ് പോലെ ഇരിക്കും. അതിന്റെ ബെൽ കർവിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ടാകും, ഞാൻ പറയാം.
അപ്പൊ എന്ത് ചെയ്തു, അവരിങ്ങനെ ട്രയൽ ആൻഡ് എററിൽ കൂടെ നോക്കി നമ്മുടെ ഈ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇരിക്കണമെങ്കിൽ നമ്മൾ എക്സ്പോണൻഷ്യലി അതിന് ഒരുപാട് വലുതാക്കി വിടണോ അതോ ചെറുതാക്കണോ? അപ്പൊ അവര് ഡിറ്റർമൈൻ ചെയ്ത് മൈനസ് സിമ്പൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ മൈനസ് സിമ്പൽ ഇട്ട് കൊടുക്കണേ ആരെ അഡ്ജസ്റ്റ് ചെയ്യണം? ഈ കെയിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ആ സാധനം കിട്ടും. അങ്ങനെയാണ് അവർക്ക് അത് കിട്ടിയത്. ഓക്കെ, ഇത് ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണ്, നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്ത് വാ. ഇനി ഈ ബെൽ കർവിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ നമ്മൾ ഈ ഒരു ഡാർട്ട് എറിയുമ്പോൾ അതൊരു പോയിന്റ് കൊള്ളാൻ ഉള്ളൊരു കാര്യമുണ്ടല്ലോ, ഒരു 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 നമ്മൾ ബുൾസൈയിൽ കൊള്ളണമല്ലോ. അത് കൊള്ളാതിരിക്കാന്, അല്ലെങ്കിൽ നമ്മൾ ഡാർട്ട് എടുത്ത് ഒരു ബോർഡിൽ എറിഞ്ഞാൽ അത് ആ ബോഡിയിൽ ചെന്ന് കൊള്ളാൻ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ എറിയുന്ന വഴിക്ക് നമ്മുടെ കൈയുടെ വിരൽ ചെറുതായിട്ടൊന്ന് മടങ്ങിയാൽ ഒരു എറർ സംഭവിച്ചാൽ നമുക്കത് ബുൾസൈയിൽ കൊള്ളത്തില്ല. അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ അത് ബുൾസൈയിൽ കൊള്ളത്തില്ല. അല്ലേ നമ്മൾ എറിയുന്ന സമയത്ത് ഭൂമി കുലുങ്ങിയാൽ നമ്മളും കുലുങ്ങും ബോർഡും കുലുങ്ങും, അപ്പോൾ എന്ത് പറ്റും? ബുൾസൈ കൊള്ളത്തില്ല. അല്ലെ എറിയുന്നതിന് വഴിക്ക് ഒരാള് അതിന്റെ മുന്നിൽ കൂടെ നടന്നു പോയി അയാളുടെ ദേഹത്ത് നിന്ന് കൊണ്ടാലും ബുൾസൈയിൽ കൊള്ളത്തില്ല, വേറെ എവിടെയും ചെന്ന് കൊള്ളും. അല്ല ഒരു നമ്മൾ എറിയുന്ന സമയത്ത് ഒരു കിളി പറന്നതിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി കിളിയുടെ ദേഹത്ത് തട്ടിയത് മാറി, എന്ത് പറ്റി? അത് കൊള്ളത്തില്ല. ഇല്ല നമ്മൾ എറിയുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാങ് വാർ നടന്ന് ആരോ വെടിവെച്ചത് നിങ്ങൾ എറിഞ്ഞ കറക്റ്റ് ഡാർട്ട് ചെയ്തെന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൊള്ളത്തില്ല. സോ ഇങ്ങനത്തെ ഒരുപാട് മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ ഇവന്റ്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഏറെക്കുറെ കുറെയൊക്കെ പറ്റുമെങ്കിലും മോസ്റ്റ് ഓഫ് ദ സാധനം നമുക്ക് കുറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ഡാർട്ട് എറിയുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് എറേഴ്സിനെ എടുത്തിട്ട്, ഇതെല്ലാം എറേഴ്സ് ആണല്ലോ, ഈ എറേഴ്സ് കാണണമെന്നല്ല ബുൾസൈയിൽ കൊള്ളാത്ത. സോ ഇതുപോലത്തെ ഒരുപാട് ഇൻഡിപെൻഡന്റ് എറേഴ്സിനെ എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ അതെപ്പോഴും നമുക്കൊരു ബെൽ കർവ് ആയിരിക്കും തരുന്നത്. മനസ്സിലായി? ആ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ സമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫോമാണ് ബെൽ കർവ്. മനസ്സിലായോ? അതൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് തപ്പിപ്പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നൗ നമുക്ക് വീണ്ടും നമ്മുടെ ഡാർട്ട് എറിയുന്ന സ്ഥലത്തോട്ട് വരാം.